തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPM-ൽ അസാധാരണ പ്രതിസന്ധി രൂപപ്പെടുന്നു. വിവിധ വിഷയങ്ങളിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ കുരുക്കിലാവുകയാണ് പാർട്ടി നേതൃത്വം. വിമതരുടെ കാര്യത്തിലും വിഴിഞ്ഞം വിഷയത്തിലും നേതാക്കളുടെ നിലപാട് പല തട്ടിലാണ്. അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. പരാജയം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ പരിശോധനയിൽ എല്ലാ വിശദാംശങ്ങളിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ആ പരിശോധനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ നിയതമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തത വരുന്നു, അതിനെയാണ് എതിർക്കുന്നത്. ഇതൊന്നും സതുദ്ദേശത്തോടെയുള്ളതാണെന്ന് കാണാൻ പറ്റില്ല. അതാണ് വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യതയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ അവരെല്ലാം അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തനാനുഭവമുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വസ്തുതകൾ പൊതു താല്പര്യത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു തെറ്റും ഉള്ളതല്ല. അല്ല, അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. AK സ്റ്റെഫൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. പലരും പല തട്ടിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഉള്ളിലെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി വെളിവാക്കുന്ന തരത്തിൽ എന്താണ് വിവരങ്ങൾ സ്റ്റെഫൻ? അതേ മോത്തി, CPM-ൽ സാധാരണ ഇത്തരം പതിവുകൾ ഇല്ലാത്തതാണ്. എന്നാൽ മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് CPM-ന്റെ ഒരു പോക്ക്, അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തോൽവി, അത് CPM-ന് ഉണ്ടാക്കിയ ആഘാതം അത് എത്രത്തോളം എന്ന് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാവുകയാണ്. സാധാരണ രീതിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒറ്റൊരു നിലപാടായിരിക്കും, ഒറ്റ പ്രതികരണമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഓരോ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തന്നെ പല വിഷയങ്ങളെ കാണുന്നത് പല രീതിയിലാണ്. പ്രത്യേകിച്ചും തളിപ്പറമ്പിലെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഉണ്ടായത് അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനാണ് എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത്. സംസ്ഥാന സെക്രട്ടറിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ എന്നാൽ MV ഗോവിന്ദന് ഔചിത്യക്കുറവ് ഉണ്ടായി എന്നൊരു നിലപാടിലാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. ആ പ്രതികരണങ്ങളാണ് കേട്ടത്. അങ്ങനെ ഓരോ വിഷയത്തിലും പല തരത്തിലുള്ള പ്രതികരണങ്ങൾ CPM-നകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു വിഭാഗീയത ഭാഗമായി തന്നെ വിലയിരുത്തപ്പെടുന്ന കാര്യം കൂടിയായി മാറുകയാണ്. കാരണം വിഴിഞ്ഞം വിഷയത്തിലടക്കം പല തട്ടിലാണ് നേതാക്കളുടെ എല്ലാം തന്നെ പ്രതികരണം. പിണറായി വിജയൻ ഒന്ന് പറയുന്നു, അതിനോടൊപ്പം ചേർന്ന് MV ഗോവിന്ദൻ പറയുന്നു. എന്നാൽ ഇതിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം ഉള്ള രീതിയിലാണ് EP ജയരാജനും PK ശ്രീമതിയും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അത് പതിവ് രീതിയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, സമരങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയത്താണ് CPM-നകത്ത് ഉൾപാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും മുൻ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും നടത്തുന്ന പരസ്യ പ്രസ്താവനകളും തുടരുകയാണ്. ഇതുണ്ടാക്കുന്ന പ്രതിസന്ധിയും പാർട്ടിയെ വലയ്ക്കുകയാണ്. അന്ന് ഞാനല്ലേ പറഞ്ഞത് ഗോവിന്ദ മാഷ നിലപാടിനെ പറ്റി വർഗവഞ്ചനയാണെന്ന്. പാർട്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യമാണത്. പാർട്ടിയെ വഞ്ചിക്കുന്നവനെ വർഗവഞ്ചകനായിട്ടാണ് കാണുക പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വർഗവഞ്ചന എന്ന ഗണത്തിൽപ്പെട്ട് പാർട്ടിയെ വഞ്ചിച്ചു പോയ, ചതിച്ചു പോയ ഇവരെ ആരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ രണ്ട് പ്രശ്നങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും. അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാറേ. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവര് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയതയും പാർട്ടി നേതൃത്വത്തിന് പ്രതിസന്ധി തീർക്കുന്നു. ശിവൻകുട്ടി, കടകംപള്ളി, വി ജോയ് വിഭാഗങ്ങളോട് യോജിച്ചു പോകാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം മൂവരും ഒരുമിച്ച് വാർത്താ സമ്മേളനവും നടത്തിയത്. സ്റ്റെഫിൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, വിഭാഗീയത എല്ലാ തരത്തിലും ദൃശ്യമാകുന്നതാണ് ഇപ്പോൾ CPM-നുള്ളിലെ അവസ്ഥ. കഴിഞ്ഞ ദിവസം ഒരുമിച്ച് പോകുന്നതിൻ്റെ ഭാഗമായി ഈ വാർത്താ സമ്മേളനം നടത്തി എന്നതിലപ്പുറം ഇവരോട് ഒരുമിച്ച് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്താണ്? തിരുവനന്തപുരത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെല്ലാം അത് ഒന്ന് ഒതുങ്ങി നിന്നതാണ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കടകംപള്ളി വി ശിവൻകുട്ടിയും എല്ലാം തോൽക്കുന്ന നിലയുണ്ടായി. ഒപ്പം തന്നെ ആ സീറ്റുകളെല്ലാം കൊണ്ടുപോയത് BJP ആണ്. അങ്ങനെ ഒരു ഗൗരവതരമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി ജോയ് മത്സരരംഗത്തേക്ക് പോയപ്പോൾ A റഹീമിനെ അവിടെ ജില്ലാ സെക്രട്ടറിയായി താൽക്കാലിക ചുമതല നൽകി. പിന്നീട് ആ ജില്ലാ സെക്രട്ടറിയായി വി ജോയിയെ തന്നെ വെച്ചതിൽ പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. വി ശിവൻകുട്ടി ഒരു യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലയുണ്ടായി. ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ പാർട്ടിയിലുണ്ടായ ചേരിതിരിവുകളാണ്. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് CPM-ന് തന്നെ അറിയാം. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നഗരസഭ BJP-യുടെ കയ്യിലാണ്. 2 മണ്ഡലങ്ങൾ, അത് CPM-ന്റെ മണ്ഡലമായിരുന്നു. ആ 2 മണ്ഡലങ്ങൾ BJP-യുടെ കയ്യിലാണ്. പലതരത്തിൽ പ്രതിഷേധ പരിപാടികൾ, സമരങ്ങളൊക്കെ ഇങ്ങനെ ശക്തമാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട സമയമാണ്. അപ്പോഴാണ് പാർട്ടിക്കകത്ത് ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തോട്, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മൂവരും ഒന്നിച്ച് വാർത്താ സമ്മേളനം വിളിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, നേരത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ചേർന്നുള്ള വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ യോഗത്തിൽ നിന്ന് വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നു. വിഴിഞ്ഞത്തെ യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല തുടർന്ന വാർത്തകളൊക്കെ പുറത്തു വന്നത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ക്ഷീണമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള തിരുത്തൽ നടപടികളും പാർട്ടി സ്വീകരിക്കുന്നത്. ഈ വിഴിഞ്ഞം കാര്യത്തിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ പരസ്യമായി തന്നെയാണ് വിരുദ്ധ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നത്. പാർട്ടിക്കുള്ളിൽ തീരുമാനമെടുത്ത് പാർട്ടിയുടെ തീരുമാനങ്ങൾ ഒന്നായി തന്നെ പറയുന്ന, പ്രതികരിക്കുന്ന ഒരു രീതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇത്. CPM-നെ സംബന്ധിച്ച് ഒരു പുതുമയാണ് നമുക്കൊക്കെ തോന്നുന്നത്. ഇതിനെ എങ്ങനെ ഇവർ മറികടക്കുമായിരിക്കുമെന്ന ഒരു ചിന്തയും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതിനെ ഇനി ഏതായാലും കൂടുതൽ വലിയ വ്യാപ്തിയിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഓഗസ്റ്റിൽ ഏതായാലും വിശാലമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ, തിരുത്തൽ നടപടികളൊക്കെ CPM ഏതായാലും സ്വീകരിക്കുക. ഇപ്പോൾ ഏതായാലും 2 തട്ടിൽ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ പല പ്രതികരണങ്ങൾ ഇങ്ങനെ നടത്തി മുന്നോട്ട് പോകുന്നത് വലിയ തരത്തിൽ CPM-നെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഈ വിമർശനങ്ങൾ തുറന്നു പറയാമെന്ന് പാർട്ടി തന്നെ പറഞ്ഞു. അത്തരത്തിൽ വിമർശനങ്ങളൊക്കെ വന്നിട്ട് പോലും ആ തിരുത്തലുകൾ കൃത്യമായി CPM-നകത്ത് നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനി തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.